ഫൺ പടമായിരിക്കും. നിങ്ങളെന്നെ വളരെ അറസ്റ്റ് ചെയ്താണ്. ഒരൊറ്റ കാര്യം നേരത്തെ ചോദിച്ചാൽ കിട്ടിയില്ല, വീണ്ടും ചോദിക്കാം. ബത്ലഹേം എങ്ങനെ ഉണ്ടായിരിക്കും? ബത്ലഹേം നല്ല അടിപൊളി പടമായിരിക്കും. മൊത്തത്തിൽ ഓണത്തിനൊരു എൻ്റർടൈൻമെൻറ്റ് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്നൊരു പടമായിരിക്കും. നസ്ലിം മമിത പോലെ ഒരു ഹിറ്റ് കോംബോ നമുക്ക് നിവിൻ മമിത കോംബോ പ്രതീക്ഷിക്കാൻ പറ്റും. പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടിടത്തോളം നല്ലതാണ്. അപ്പോൾ ഓണത്തിന് ഇൻഡസ്ട്രി ഹിറ്റടിക്കാനുള്ള പരിപാടിയാണ് സൈലൻ്റ് ആയിട്ട്. സൈലൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് തോന്നുന്നു പടത്തിനോട്. നോക്കാം. ഗിരീഷിൻ്റെ പടം, ഗിരീഷും നിവിൻ പോളിയും ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്നൊരു പടം കൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. നോക്കാം. നിലവിലൊരു പാട്ട് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പം ഇനി അടുത്ത പ്രൊമോഷൻ വരെ ട്രെയിലർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരാനുണ്ട്. അതെ, ഇനിയിപ്പോൾ റിലീസ് എടുക്കുന്നതനുസരിച്ച് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. കൂടെ ദുൽഖറിൻ്റെ പടം വരുന്നുണ്ടല്ലോ. ദുൽഖർ 3 വർഷത്തിനാണ് ഒരു പ്രശ്നമാണ് അയാം ഗെയിം വരുന്നത്. എന്താ പറയാനുള്ളത്? രണ്ടും കൂടി ചേർന്ന് പടമുണ്ട്. ഇതെല്ലാം നമ്മളൊക്കെ ഞാനൊക്കെ ഇവരുടെയൊക്കെ പടങ്ങൾ കണ്ട് നമ്മുടെ സ്കൂൾ കോളേജ് ടൈമിൽ കണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ അവർ ഓണത്തിന് നമ്മുടെ ഇറങ്ങുന്നൊരു പടത്തിൽ ഉണ്ടെന്ന് പറയുന്നതിന് ഭയങ്കര അഭിമാനമാണ്. ഓപ്പോസിറ്റ് ദുൽഖറും രാജേട്ടനും ഒക്കെ ആണെന്ന് പറയുമ്പോൾ അതിലും സന്തോഷം. പിന്നെ നവീൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് അതിലും വലിയ സന്തോഷം. പ്രേമലുവിന്റെ മുകളിൽ നിൽക്കുമോ? അതറിയില്ല കേട്ടോ. വരട്ടെ, പടം വന്നിട്ട് നമുക്ക് നോക്കാം. ഒരൊറ്റ കാര്യം, നിവിൻ വരുന്നത് 21-നാണ് ബത്ലഹേം. പക്ഷെ ഖലീഫ അയാം ഗെയിം വരുന്നത് 20-നാണ്. അപ്പൊ ബ്രോ ആദ്യം ഇത് കാണാം. ഖലീഫാണോ അയാം ഗെയിം? ആദ്യം വരുന്ന പടമല്ലേ ആദ്യം കാണാം. ആദ്യം 2 ഒരു ദിവസമല്ല വരുന്നത്. അയാം ഗെയിം ഖലീഫ 2 പടവും ഒരുമിച്ച് കാണാൻ തന്നെ നോക്കും. ഫസ്റ്റ് ഡേ തന്നെ. ഇതെന്തായാലും ഓണായതുകൊണ്ട് ഫസ്റ്റ് എന്തായാലും ഫസ്റ്റ് കാണുന്ന പടം അത് നീ എന്തിനാണ് ചോദിക്കുന്നത്? മനസ്സിലായി. ഞാൻ ടോസ് ഇട്ട് തീരുമാനിച്ചോളാം. ശരി.